അഷ്ടമുടി കായലിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി കേരള ഹൈക്കോടതി മുമ്പാകെ സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിലുണ്ടായ ഭരണപരമായ താമസം ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ നിരുപാധിക ക്ഷമാപണവും നടത്തി. ബാക്കി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്നതിനായി 2 മാസത്തെ അധിക സമയം അനുവദിക്കണമെന്ന അപേക്ഷയും സത്യവാങ്മൂലത്തിലുണ്ട്. അഷ്ടമുടി കായൽ സംരക്ഷണത്തിന് കൃത്യമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ട് 2025 ജൂലൈ 29 ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ച വിധി നടപ്പാക്കാൻ വൈകിയെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് ബോറിസ് പോൾ ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടി. കോടതി വിധിയിലെ ആദ്യ നിർദ്ദേശപ്രകാരം അഷ്ടമുടി വെറ്റ്ലാൻഡ് മാനേജ്മെന്റ് യൂണിറ്റ് രൂപീകരിച്ച് സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചിരുന്നു. സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി കേരള മെമ്പർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23 ഓൺലൈൻ മുഖേന ഈ യൂണിറ്റിന്റെ ആദ്യ യോഗം ചേർന്നു. എന്നാൽ നാളിതുവരെ ഒരു ഓഫീസ് സംവിധാനം പോലും ഉണ്ടാക്കിയിട്ടില്ല. കോടതി വിധി പ്രഹസനമാക്കാനുള്ള നടപടി അനുവദിക്കില്ലെന്നും കോടതിയലക്ഷ്യ നടപടികൾ തുടരുമെന്നും കേസിലെ വാദിയായ അഡ്വക്കേറ്റ് ബോറിസ് പോൾ പറഞ്ഞു. കോടതിയലക്ഷ്യ കേസ് ഈ മാസം 11 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.